നമസ്കാരം, എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സെറ്റ് എക്സാം എത്താറായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചുകൂടി ഒന്ന് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂസ് അക്കാഡമി ഒരു ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ബേസിസിൽ അതിലിടുന്ന ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്വിസ് ഇടും. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി ഒന്ന് ഇഫക്റ്റീവ് ആക്കും എന്ന് തന്നെ കരുതുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമയനഷ്ടമോ ഒന്നും ആയിരിക്കില്ല. നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടത് സഹായിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരു റാപ്പിഡ് റിവിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഫാക്ട്സ് കൂടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് കേരള സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെയൊരു ചോദ്യം വരുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒന്നിലധികം തവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് ഇതുവരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടില്ല. നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള ആദ്യകാല കലാപങ്ങൾ, നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള കുറച്ച് കലാപങ്ങൾ, അല്ലെങ്കിൽ ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അതിൻ്റെ വർഷമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ഭാഗത്ത് തന്നിട്ടുള്ളത് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും അത് നടന്നിട്ടുള്ള വർഷങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷമാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടന്നിട്ടുള്ളത് എന്നറിയാം. നോക്കൂ, ഓപ്ഷനിൽ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, 1931 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ ഡേറ്റ് അറിഞ്ഞിട്ട്, മാസവും ഡേറ്റും അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് A2 എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടി. നോക്കൂ, നമുക്ക് 2 ഓപ്ഷനാണ്, A2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷനുകളാണ് വന്നിട്ടുള്ളത്, എയും സിയും. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് അടുത്ത 2 or 3 കാര്യങ്ങൾ കൂടി, ഇപ്പോൾ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി, ഇതിലേതെങ്കിലും അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് 1924 1924 മാർച്ച് 30 എന്ത് നടക്കുന്നത്, വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1 എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമ്മൾ എ സി എന്ന് പറഞ്ഞിട്ടുള്ള 2 ഉത്തരത്തിലുള്ള ബി ഓപ്ഷനും 1 എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് രണ്ടും മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അടുത്തത് കൂടി ഒന്ന് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ എ ആണോ സി ആണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് ചൂസ് ചെയ്യാൻ കഴിയുള്ളൂ. നോക്കൂ, അപ്പോൾ അതിൽ പാലിയം സത്യാഗ്രഹം വരുന്നത് 1948 മാർച്ച് 10 ഓക്കെ, 1948 മാർച്ച് 10. C4 എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, C4 എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അത് C4 എന്നുള്ള ഓപ്ഷൻ വരുന്നത് എയിലും സിയിലും, C4 എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് ഏതാണ്, സി ഓപ്ഷനാണ്. ഓക്കെ, നമുക്കറിയാം ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പൊതുവായിട്ട് നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പക്ഷേ ക്ഷേത്രപ്രവേശന വിളംബരം മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ വേറെ വേറെ വർഷങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൽ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് പഠിക്കുന്നത്. അതാണ് 1936 വന്നിട്ടുള്ളത്. രണ്ടാമത് മലബാറിലും മൂന്നാമത് കൊച്ചിയിലുമായിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ
പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ വർഷങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോട് കൂടി ആഡ് ചെയ്യാം. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഉദയം പേരൂർ സുനഹദോസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉദയം പേരൂർ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു സമ്മേളനമാണ് ഉദയം പേരൂർ സുനഹദോസ് എന്ന് പറയുന്നത്. 1599 ഈ ഒരു സംഭവം നടക്കുന്നത്. ഓക്കെ, 1599. ഇനി ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. മട്ടാഞ്ചേരിയിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. 1653 ഈ ഒരു പ്രതിജ്ഞ നടക്കുന്നത്. ഓക്കെ, ശേഷം വരുന്നത് ചാന്നാർ ലഹള. നമുക്ക് മാറുമറക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമരമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. 1859 ഇത് വരുന്നത്. നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 58 എന്നും കാണാം. ഓക്കെ, രണ്ട് ഓപ്ഷനും നിങ്ങൾ പഠിച്ചു വയ്ക്കുക, 59 അല്ലെങ്കിൽ 58. ക്ലിയർ. ഇനി മലയാളി മെമ്മോറിയൽ. നമ്മുടെ തിരുവിതാംകൂറിൽ ഉദ്യോഗങ്ങൾക്ക് വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിതമായിട്ടുള്ള പ്രാധാന്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതൊരു നമ്മൾ എന്താ പറയുക, നിവേദനം പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചിട്ടുള്ളൊരു നിവേദനം പോലെയുള്ളതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇത് 1891 ജനുവരി 1 വരുന്നത്. ഓക്കെ, 1891 ജനുവരി 1. ഇനി ഇതിന് ശേഷം വരുന്നതാണ് ഈഴവ മെമ്മോറിയൽ. അത് ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈഴവ മെമ്മോറിയൽ നടക്കുന്നത്. 1896 സെപ്റ്റംബർ 3 ഇത് നടക്കുന്നത്. 1896 സെപ്റ്റംബർ 3. ഓക്കെ, ഇനി ഇതിന് ശേഷം വരുന്നതാണ് എന്ത്, എതിർ മെമ്മോറിയൽ. അതായത് മലയാളി മെമ്മോറിയലിനെ എതിർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ എതിർ മെമ്മോറിയൽ വരുന്നത്. ഇതും 1891 ജൂൺ 3 വരുന്നത്. ഓക്കെ, 1891 ജൂൺ 3. അപ്പോൾ മലയാളി മെമ്മോറിയലിന് ശേഷം വരുന്നത് എതിർ മെമ്മോറിയലാണ് 91. ഓക്കെ, 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ വന്നു. 891 ജൂൺ 3 എന്ത് വരുന്നത്, എതിർ മെമ്മോറിയൽ വരുന്നത്. ക്ലിയർ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഈഴവ മെമ്മോറിയൽ വരുന്നത് 1896 സെപ്റ്റംബർ 3. ഓക്കെ, അപ്പോൾ മലയാളി മെമ്മോറിയലിന് ശേഷം നമ്മൾ ഈഴവ മെമ്മോറിയൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എതിർ മെമ്മോറിയൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ചോദിച്ച് കണ്ടിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലുമാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്നതാണ് മലബാർ കലാപം. 1921 ഓഗസ്റ്റ് മാസം മുതലാണ് ഇത് നടക്കുന്നത്. ഓഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി മാസം വരെയാണ് മലബാർ കലാപം നടക്കുന്നത്. ഓക്കെ, 1921 ഓഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി മാസം വരെ. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വൈക്കം സത്യാഗ്രഹമാണ്. 1924 മാർച്ച് 30. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1. ഓക്കെ, ഇനി ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ഓക്കെ, നവംബർ 12. നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് 1932 1932. ഇനി പുന്നപ്ര വയലാർ സമരം 1946 നടക്കുന്നത്. ഓക്കെ, തിരുവിതാംകൂറിൽ വെച്ച് നടന്നിട്ടുള്ളൊരു സമ്മേളനമാണ് പുന്നപ്ര വയലാർ സമരം. ഓക്കെ, ഇനി 1721 നമുക്ക് കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ, 1750 തൃപ്പടിദാനം. 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി വിപ്ലവം. 800 മുതൽ 805 വരെ രണ്ടാം പഴശ്ശി വിപ്ലവം. 1812 കുറിച്യർ ലഹള. 1809 കുണ്ടറ വിളംബരമുണ്ട്, നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, കുണ്ടറ വിളംബരം. 1812 കുറിച്യർ ലഹള. 931 യാചനയാത്ര. 941 കയ്യൂർ സമരം. 947 48. ഓക്കെ, 2 വർഷം പറയും. 47 to 48 പാലിയം സമരം. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള പാലിയം സത്യാഗ്രഹം തന്നെയാണ്. ഓക്കെ, ഇനി 1959 വിമോചന സമരം. ഓക്കെ, പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് എന്നുള്ളത് കൂടി ഒന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഉപകാരപ്രദമായിരിക്കും. ക്ലിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ഇനി മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത സിദ്ധാന്തം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മലയാള ഭാഷയുടെ ഉൽപ്പത്തി. അപ്പം നമ്മുടെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വാദങ്ങളുണ്ട് അല്ലേ. അപ്പോൾ മലയാള ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണ്, സംസ്കൃതത്തിൽ നിന്നുണ്ടായതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാദങ്ങളുണ്ട്. അതാണ് ഇവിടെ ചോദിക്കുന്നത് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ വാദങ്ങളൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇതിനൊക്കെ ഓരോ വക്താക്കളുണ്ട്. ഓക്കെ, ഇത് മുന്നോട്ട് വെച്ച ആളുകളുണ്ട്. ഓക്കെ, അവരുടെ അഭിപ്രായത്തിലാണ് മലയാളം തമിഴിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. നോക്കാം. ഉപശാഖാവാദം, മിശ്രഭാഷാവാദം, പൂർവ്വത്തമിഴ് മലയാളവാദം, ഭാഷാ സംക്രമണവാദം. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ. പൂർവ്വത്തമിഴ് മലയാളവാദം ഇത് എന്താണ്, മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബാക്കി മൂന്നും എന്ത് തന്നെയാണ്, ബന്ധമുള്ള സിദ്ധാന്തങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ കുറച്ച് സിദ്ധാന്തങ്ങളും അതിൻ്റെ വക്താക്കളും ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് സംസ്കൃതജന്യവാദമാണ്. ഓക്കെ, സംസ്കൃതജന്യവാദം പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വാദമാണ് സംസ്കൃതജന്യവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് കോവുണ്ണി നെടുങ്ങാടി, സ്വാമിനാഥ അയ്യർ, വടക്കും രാജരാജവർമ്മ, CV വാസുദേവ ഭട്ടതിരി. ഓക്കെ, അപ്പോൾ നമുക്ക് സംസ്കൃതജന്യവാദികൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ കോഡിലൂടെ പഠിക്കുകയാണെങ്കിൽ കോവുസ്വാമി വടക്കുവാസു എന്ന് പഠിക്കാം. കോവുസ്വാമി വടക്ക് വാസു. ഓക്കെ, അപ്പോൾ കോവുസ്വാമി പറഞ്ഞാൽ കോവ് പറഞ്ഞാൽ കോവുണ്ണി നെടുങ്ങാടി, സ്വാമി സ്വാമിനാഥ അയ്യർ, വടക്ക് പറഞ്ഞാൽ വടക്കുംകൂർ രാജരാജവർമ്മ, വാസുദേവ ഭട്ടതിരി. ഓക്കെ, CV വാസുദേവ ഭട്ടതിരി. നമുക്കങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാം. ക്ലിയർ. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഉപശാഖാവാദമാണ്. ഓക്കെ, ഉപശാഖാവാദം എന്ന് പറയുന്നത് അതായത് ഉപശാഖാവാദത്തിന് തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഉപശാഖാവാദം അല്ലെങ്കിൽ തമിഴ് ജന്യവാദം എന്നും പറയും. ഓക്കെ, ക്ലിയർ. നമ്മുടെ ഓപ്ഷനിലുള്ള എ ഓപ്ഷനാണ് പറയുന്നത് ഉപശാഖാവാദം എന്ന് പറയുന്നത്. തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വാദമാണ് ഉപശാഖാവാദം എന്ന് പറയുന്നത്. ക്ലിയർ. അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഉപഭാഷാവാദം അല്ലെങ്കിൽ തമിഴ് ജന്യവാദം എന്നൊക്കെ പറയാം. എന്ത് പറഞ്ഞാലും ഇത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് LV രാമസ്വാമി അയ്യർ, AR രാജരാജവർമ്മ, കാൽഡ്വല്, P ശങ്കരൻ നമ്പ്യാർ. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ വക്താക്കൾ. LV രാമസ്വാമി അയ്യർ, AR, കാൽഡ്വല്, P ശങ്കരൻ നമ്പ്യാർ. ക്ലിയർ. ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. സംസ്കൃതത്തിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞാൽ സംസ്കൃതജന്യവാദം, അതുപോലെ തന്നെ തമിഴിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് ജന്യവാദം അല്ലെങ്കിൽ ഉപശാഖാവാദം. ഇനി നമ്മൾ പറയുന്നത് മിശ്രഭാഷാവാദമാണ്. മിശ്രഭാഷ അതായത് സംസ്കൃതവും തമിഴും ഇത് രണ്ടും ചേർന്ന ഒരു ഭാഷയിൽ നിന്നാണ് എന്തുണ്ടായത്, മലയാളം ഉണ്ടായത് എന്നുള്ള വാദമാണ് മിശ്രഭാഷാവാദം. ക്ലിയർ. ഇതിൻ്റെ വക്താക്കളാണ് ഇളംകുളം കുഞ്ഞൻപിള്ളയും N കൃഷ്ണപിള്ളയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇളംകുളം N കൃഷ്ണപിള്ളയെ കണ്ട് മിശ്രഭാഷയിൽ സംസാരിച്ചു എന്നൊരു കോഡ് നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്താണ് നമ്മുടെ കോഡ്? ഇളംകുളം കൃഷ്ണപിള്ള N കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ളയെ കണ്ട് മിശ്രഭാഷയിൽ സംസാരിച്ചു. ഓക്കെ, മിശ്രഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ ഇളംകുളം കൃഷ്ണപിള്ളയെ കണ്ട് മിശ്രഭാഷയിൽ സംസാരിച്ചു എന്ന് പറയാം. ക്ലിയർ. അപ്പോൾ അത് എന്താണ്, മിശ്രഭാഷാവാദത്തിൻ്റെ വക്താക്കളാണ് പറഞ്ഞത് ഇളംകുളം കുഞ്ഞൻപിള്ള, N കൃഷ്ണപിള്ള. ഓക്കെ, അപ്പം 3 പറഞ്ഞു നമ്മൾ. ഇനി നമുക്കിതിൽ പറയാനുള്ളത് മൂലദ്രാവിഡ ഭാഷാവാദം അല്ലെങ്കിൽ ഇതിനെ ശാഖാവാദം എന്നും പറയും. ഓക്കെ, ശാഖാവാദം അതായത് തമിഴും തെലുങ്കും കന്നഡവും മലയാളവും ഒക്കെ വന്നിട്ടുള്ളത് ഒരു മൂലദ്രാവിഡ ഭാഷയിൽ നിന്നാണ്. ഓക്കെ, ഇതൊക്കെ വന്നിട്ടുള്ളത് ഒരു ഭാഷയിൽ നിന്നാണ് എന്നുള്ള സങ്കല്പമാണ് മൂലദ്രാവിഡ ഭാഷാവാദം എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഇതിൽ വരുന്നത് ഗുണ്ടർട്ടാണ്. ഓക്കെ, ഗുണ്ടർട്ട്. ഇനി അടുത്ത് സ്വതന്ത്രവാദമാണ്. സ്വതന്ത്രവാദം ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. അതായത് ദ്രാവിഡ ഭാഷകളുടെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്നുള്ളതാണ് സ്വതന്ത്രവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് ഇതിൻ്റെ വക്താവ്. ഓക്കെ, ആറ്റൂർ കൃഷ്ണപിഷാരടി. ഇനി നമുക്ക് പറയാനുള്ളത്
ഭാഷാ സംക്രമണവാദമാണ്. ഭാഷാ സംക്രമണവാദത്തിൻ്റെ വക്താവ് CL ആൻ്റണിയാണ്. ഓക്കെ, CL ആൻ്റണി. അപ്പോൾ സംക്രമണം എന്ന് പറഞ്ഞാൽ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംക്രമണം എന്ന് പറയുന്ന എന്ത് കാര്യങ്ങൾ വന്നാലും, ഇപ്പോൾ പുസ്തകമാണെങ്കിലും ഒക്കെ അത് ആരുടെയാണ്? CL ആൻ്റണിയുടേതാണ്. ഓക്കെ, ഓപ്ഷനിൽ CL ആൻ്റണി ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ CL ആൻ്റണി ആയിരിക്കും. ക്ലിയർ? ഇനി നമ്മൾ പറയുന്നത് ഭാഷാശാസ്ത്രപരമായി മലയാളത്തിലെ രേഖം ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പം എന്താണ് രേഖം എന്നറിയണം അല്ലേ? ഭാഷാശാസ്ത്രപരമായിട്ട് രേഖം എന്നറിയപ്പെടുന്നത് എന്താണ് എന്നറിയണം. അപ്പം നമുക്ക് എന്തുണ്ട്? പല അക്ഷരങ്ങളുണ്ട് അല്ലേ നമ്മുടെ ഭാഷയിൽ. ഇപ്പം നമ്മൾ വ്യാകരണത്തിൽ പഠിക്കുമ്പം സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ എന്നൊക്കെ പഠിക്കുന്ന പോലെ ഈ അക്ഷരങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭാഷാശാസ്ത്രത്തിലും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യാകരണത്തിൽ അതിൻ്റെ വ്യാകരണപരമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഭാഷാശാസ്ത്രത്തിൽ അത് നമ്മൾ എങ്ങനെ ശാസ്ത്രീയമായിട്ടൊരു ഭാഷയെ ഉപയോഗിക്കണം, നമ്മളത് ഉച്ചരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭാഷാശാസ്ത്രത്തിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഭാഷാശാസ്ത്രപരമായി മലയാളത്തിൽ രേഖം എന്ന് പറഞ്ഞാൽ ര എന്നുള്ള അക്ഷരമാണ്. ഓക്കെ, ര എന്നുള്ള അക്ഷരത്തിനെയാണ് എന്ത് പറയുന്നത്? രേഖം എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മൾ വ്യാകരണത്തിലും രേഖം എന്ന് തന്നെയാണ് പറയുക കേട്ടോ. അപ്പോൾ ര എന്നുള്ള അക്ഷരത്തിനെയാണ് രേഖം എന്ന് പറയുന്നത്. അപ്പോൾ ആ രേഖം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നുള്ളതാണ്. പാർശ്വികം, കമ്പിതം, പ്രവാഹി, ഉൽക്ഷിപ്തം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഉൽക്ഷിപ്തമാണ്. അപ്പോൾ എന്താണ് പാർശ്വികം, കമ്പിതം, പ്രവാഹി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പം നമ്മൾ ഉച്ചാരണത്തിനനുസരിച്ച് ഒക്കെ, ഉച്ചാരണ രീതി അനുസരിച്ച്, ഉച്ചാരണസ്ഥാനം അനുസരിച്ചൊക്കെ നമ്മൾ എന്തിനെ തരംതിരിക്കും? അക്ഷരങ്ങളെ തരംതിരിക്കും. അപ്പോൾ ഉച്ചാരണത്തിൻ്റെ സ്ഥാനം അനുസരിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ഠ്യം, താലവ്യം, മൂർധന്യം, വർസ്യം, ദന്ത്യം, ഓഷ്ട്യം എന്നൊക്കെ പറയുന്നത് അല്ലേ? നമ്മൾ കണ്ഠ്യം പറഞ്ഞാൽ കണ്ഠം കൊണ്ട് ഉച്ചരിക്കുന്നത്, മൂർധന്യം കൊണ്ടല്ല, നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദം മൂർധന്യത്തിൽ വരുന്നതിനാണ് മൂർധന്യം എന്ന് പറയുന്നത്. ദന്ത്യം നമ്മൾ പല്ലുപയോഗിച്ച് ഉച്ചരിക്കുന്നത്, ഓഷ്ട്യം ചുണ്ടുപയോഗിച്ച് ഉച്ചരിക്കുന്നത്. അങ്ങനെയുള്ള ഉച്ചാരണ സ്ഥാനം അനുസരിച്ചുള്ള വിഭജനമുണ്ട്. ഇനി ഉച്ചാരണ രീതി അനുസരിച്ചിട്ടുള്ള വിഭജനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെന്ന് പറഞ്ഞാൽ വിരാമം ആണ്. ഓക്കെ, വിരാമം, സ്റ്റോപ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അല്ലെങ്കിൽ വിരാമം, അല്ലെങ്കിൽ സ്പർശം, അല്ലെങ്കിൽ സ്ഫോടം. ഇതെന്ന് പറഞ്ഞാലും ഈ മൂന്നും ഒന്ന് തന്നെയാണ് കേട്ടോ. വിരാമം, സ്പർശം, സ്ഫോടം. അപ്പോൾ ഇതിൽ വരുന്ന അക്ഷരങ്ങളാണ് ക, ട, ത, പ. ഇതിൽ ച ഇല്ല കേട്ടോ. ക നമ്മൾ സാധാരണ ക, ച, ട, ത, പ എന്നല്ല പറയാം. അതിൽ ച ഒഴികെയുള്ള അക്ഷരങ്ങൾ ക, ട, ത, പ. ക, ട, ത, പ. ഇതാണെന്ത്? വിരാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ഫോടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്ഫോടങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പർശങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് ഘർഷങ്ങളാണ്. ഘർഷങ്ങൾ, ഫ്രിക്കേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഘർഷങ്ങളിൽ വരുന്നതാണ് അതായത് സ, ശ, ഷ, ഹ. ഈ 4 അക്ഷരങ്ങളും ഘർഷങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് വിരാമഘർഷമാണ്. വിരാമഘർഷം നമ്മൾ നേരത്തെ പറഞ്ഞു, വിരാമം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഘർഷം പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് വിരാമഘർഷമാണ്. ഓക്കെ, വിരാമഘർഷം അല്ലെങ്കിൽ അനുഘർഷി, അല്ലെങ്കിൽ സ്പർശഘർഷം എന്നും പറയാം. അഫ്രിക്കേറ്റീവ്സ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. വിരാമഘർഷം, അനുഘർഷി, സ്പർശഘർഷം. ഓക്കെ, അത് വരുന്നതാണ് ച, ച, ജ, ഝ വരെ. ഓക്കെ, ഞാ ഇതിലില്ല കേട്ടോ, ഞാ ഇല്ല. ച, ഛ, ജ, ഝ വരെയുള്ള അക്ഷരങ്ങൾ ഏതിൽ വരുന്നതാണ്? വിരാമഘർഷത്തിൽ വരുന്നതാണ്. ഓക്കെ, വിരാമഘർഷം, അല്ലെങ്കിൽ അനുഘർഷി, അല്ലെങ്കിൽ സ്പർശഘർഷം എന്ന് പറയാം. ക്ലിയർ? ഇനി അടുത്തത് പറയുന്നത് ത്രാസമാണ്. ട്രിൽസ് എന്നാണ് പറയുന്നത്. ത്രാസം, അല്ലെങ്കിൽ കമ്പിതം, അല്ലെങ്കിൽ സ്ഫുരിതം എന്ന് പറയാം. കമ്പിതം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് കമ്പിതമാണ്. കമ്പിതം, ത്രാസം, സ്ഫുരിതം. ഓക്കെ, കമ്പിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിറയൽ അല്ലേ? ഒരു വിറയലിനെയാണ് നമ്മൾ എന്ത് പറയുക? കമ്പിതം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വീണ മീട്ടുന്ന സമയത്ത് അതിൻ്റെ കമ്പി ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മൾ എന്താ, അതിനൊരു ഷിവറിങ് ഉണ്ടാവുമല്ലോ, ഒരു വിറയലുണ്ടാവും. അപ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അതുപോലെ വിറയലുള്ള അക്ഷരം ഏതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒന്ന് റായും ഒന്ന് ഇറും. നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ മനസ്സിലാവും, റായും ഇറും. അപ്പോൾ നമ്മൾ നാവിനൊരു എന്തുണ്ടാവും? ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ശബ്ദമാണ് കമ്പിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പിതം അല്ലെങ്കിൽ
ത്രാസം എന്ന് പറയും. ട്രിൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അടുത്തത് ദ്രുതസ്പർശം, പെട്ടെന്ന് സ്പർശിച്ച് മാറുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഉൽക്ഷിപ്തം. അതിന് ഉദാഹരണമാണ് ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴോ ഉള്ള അത്ര സ്ട്രെസ് എന്തിനില്ല, ര എന്ന് പറയുന്ന സമയത്തില്ല. അത്ര വൈബ്രേഷനും എന്തിനില്ല, ര എന്ന് പറയുന്ന സമയത്തില്ല. അതെന്താണ്, ഈ നാവ് പെട്ടെന്ന് തൊട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, തൊട്ട് മാറി പെട്ടെന്നാണ് അത് മാറുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ദ്രുതസ്പർശം അല്ലെങ്കിൽ ഉൾക്ഷിപ്തം എന്ന് പറയുന്നത്. ക്ലിയർ. അടുത്തത് പാർശ്വികമാണ്. പാർശ്വികം ല എന്നുള്ള അക്ഷരവും ലായും വരുന്നത് പാർശ്വികത്തിലാണ്. അടുത്തത് ലാറ്ററൽസ് എന്നാണ് പാർശ്വികത്തിന് ഇംഗ്ലീഷിൽ പറയുക. അടുത്തത് പ്രവാഹി യ വ ഴ, ഇത് മൂന്നും പ്രവാഹിയിലാണ് വരുന്നത്. യ വ ഴ. അടുത്തത് അനുനാസികങ്ങൾ. നമുക്കറിയാം ഞണ നമ എന്ന് വരുന്ന ആ അക്ഷരങ്ങളാണ് അനുനാസികങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രതിവേഷ്ടിതമാണ്. പ്രതിവേഷ്ടിതം ട എന്നുള്ള അക്ഷരം, ട എന്നുള്ള അക്ഷരവും അതുപോലെ ഷ ള ഴ ഷ. ഓക്കെ, അപ്പം നമ്മൾ ഷ എന്നുള്ളത് നമ്മൾ രണ്ടെണ്ണത്തിൽ പറഞ്ഞു അല്ലേ. ഒന്ന് നമ്മൾ ഘർഷത്തിൽ പറഞ്ഞു ഷ ഷ് 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 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ പ്രതിവേഷ്ടിതത്തിലും എന്ത് വരുന്നുണ്ട്, ഷ് ഷ ഷ എന്നുള്ളത് വരുന്നുണ്ട്. അതുപോലെ ഴ എന്നുള്ളത് നമ്മൾ പ്രവാഹിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഴ എന്നുള്ളത് പ്രതിവേഷ്ടിതത്തിലും വരുന്നുണ്ട്. ഇനി ള എന്നുള്ളത് നമ്മൾ പാർശ്വികത്തിലായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തിൽ വരുന്നുണ്ട്, പ്രതിവേഷ്ടിതത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രതിവേഷ്ടിതത്തിൽ വരുന്ന അക്ഷരങ്ങൾ മറ്റ് ചിലതിലും കൂടിയും വരുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഭാഷാശാസ്ത്രപരമായിട്ടും. അപ്പോൾ ഓരോ അക്ഷരങ്ങളും നമ്മൾ പഠിക്കുന്ന ഓരോ അക്ഷരങ്ങളും എന്താണ്, ഭാഷാശാസ്ത്രപരമായിട്ടും ഓരോ വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നമുക്ക് നമ്മുടെ കവിത എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സന്ദേശകാവ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. സന്ദേശകാവ്യങ്ങളും അതിൻ്റെ എഴുത്തുകാരും. അപ്പോൾ നമ്മൾ ഉണ്ണുനീലി സന്ദേശം, കോക സന്ദേശം, ചക്രവാക സന്ദേശം, അങ്ങനത്തെ കുറച്ച് ഭൃംഗ സന്ദേശം, അങ്ങനെ ആദ്യകാല എഴുത്തുകാരെ അറിയാത്ത കുറേ സന്ദേശങ്ങളുണ്ടായിരുന്നു നമുക്ക് അല്ലേ. അപ്പോൾ ആ സന്ദേശങ്ങൾക്കൊക്കെ ശേഷം പിൽക്കാലത്തും എന്തുണ്ടായിട്ടുണ്ട്, സന്ദേശകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സന്ദേശകാവ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം സന്ദേശകാവ്യങ്ങളും അത് എഴുതിയ എഴുത്തുകാരുമാണ് തന്നിട്ടുള്ളത്. ദാത്യൂഹ സന്ദേശം. ദാത്യൂഹ സന്ദേശം എഴുതിയിട്ടുള്ള ആരാണ്, ശീവള്ളിയാണ്. അപ്പം A2 എന്ന് വരുന്ന ഒരു ഓപ്ഷനാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ A2 എന്നുള്ളത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്കതിന് ഓപ്ഷൻ A ആണ് അതിൻ്റെ ഉത്തരം എന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ A ആണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. നമുക്ക് ഒന്നറിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ 2 അറിഞ്ഞിട്ട് പോലും നമുക്ക് അത് കിട്ടില്ലായിരുന്നു. കാരണം ഓപ്ഷൻ അങ്ങനെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 അല്ലെങ്കിൽ 3 അറിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു സംശയം ഇല്ലാതെ ഇന്നതാണ് ഈ ഓപ്ഷൻ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ക്ലിയർ. നോക്കാം. അപ്പോൾ ദാത്യൂഹ സന്ദേശം പറഞ്ഞു, A2 ആണ് ശീവള്ളി. ഇനി നമുക്ക് വിപ്ര സന്ദേശം നോക്കാം. B3 ആണ് വരുന്നത്. കൊച്ചുണ്ണി തമ്പുരാൻ്റെ കൃതിയാണ് വിപ്ര സന്ദേശം. ഇനി മർക്കട സന്ദേശം C4 ആണ് മൂർക്കോത്ത് കുമാരൻ. അപ്പോൾ അതിങ്ങനെ ഓർത്ത് വയ്ക്കാം. മർക്കടനായ മൂർക്കോത്ത്, മൂർക്കോത്ത് അല്ലെ. രണ്ടിലും എന്തുണ്ട്, ആദ്യത്തെ 3 അക്ഷരങ്ങളിൽ അല്ലെങ്കിൽ എന്നുള്ള അക്ഷരവും ഒക്കെ എല്ലാത്തിലും ഈ 2 ഒരേപോലെയാണ് വരുന്നത്. മർക്കട സന്ദേശം അല്ലെങ്കിൽ മൂർക്കോത്ത് കുമാരൻ. മർക്കട സന്ദേശം, മൂർക്കോത്ത് കുമാരൻ. ഇനി കബോധ സന്ദേശം ഒഡാട്ടിൽ കേശവമേനോനാണ്. കബോധ സന്ദേശം ഒഡാട്ടിൽ കേശവമേനോൻ. ക്ലിയർ. ഇനി നമുക്ക് കുറച്ച് മലയാളം സന്ദേശകാവ്യങ്ങൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണുനീലി സന്ദേശം അജ്ഞാതകർത്തൃകാണ്. ചക്രവാക സന്ദേശം അജ്ഞാതകർത്തൃകാണ്. ഭൃംഗ സന്ദേശം. ഓക്കെ, ഭൃംഗ സന്ദേശം അപ്പാടം വീട്ടിൽ രാമൻ എഴുത്തച്ഛൻ. മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഹംസ സന്ദേശം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ദാത്യൂഹ സന്ദേശം ശീവള്ളി നമ്മളിപ്പോൾ പറഞ്ഞു. കോകില സന്ദേശം മൂലൂർ S പത്മനാഭ പണിക്കർ. ശുഗ സന്ദേശം മൂലൂർ S പത്മനാഭ പണിക്കർ.
അടുത്തത് പിക സന്ദേശം. പികം എന്ന് പറഞ്ഞാൽ കുയിൽ എന്നാണ് അർത്ഥം. പിക സന്ദേശം മൂലൂർ എസ് പത്മനാഭ പണിക്കർ. വിപ്ര സന്ദേശം PG രാമയ്യർ. ഒക്കെ ഒരേ പേരിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത ആളുകൾ കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കവിതയായാലും കഥയായാലും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഗരുഡ സന്ദേശം M രാജരാജവർമ്മ. ഭ്രമര സന്ദേശം പൂഞ്ഞാർ രാമവർമ്മ വലിയ രാജ. ചകോര സന്ദേശം തിരുവനന്തപുരത്ത് തളിയിൽ K ലക്ഷ്മിയമ്മ. കടാക്ഷ സന്ദേശം ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. വീര സന്ദേശം കോയിപ്പിള്ളിൽ പരമേശ്വരക്കുറുപ്പ്. മലയാള സന്ദേശം മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാർ. കബോധ സന്ദേശം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. നമുക്കിവിടെ തന്നിട്ടുള്ള കബോധ സന്ദേശം ആരുതാണ്, ഒഡാട്ടിൽ കേശവമേനോൻ്റെയാണ്. ഓക്കെ, ഇനി ആത്മസന്ദേശം ചോളയിൽ കൃഷ്ണൻ ഇളയെടുത്ത്. ഭൂപ സന്ദേശം KM പണിക്കർ. റാണി സന്ദേശം സഹോദരനയ്യപ്പൻ. അതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. റാണി സന്ദേശം അത് നമുക്ക് നമ്മുടെ കേരള സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് സഹോദരനയ്യപ്പൻ നമുക്ക് പഠിക്കാനുള്ള ആളാണ്. ഒരു നവോത്ഥാന നായകനാണ്. അപ്പോൾ നമുക്ക് അയാൾ എഴുതിയിട്ടുള്ള കൃതികൾ, ഈ നവോത്ഥാന നായകർ എഴുതിയിട്ടുള്ള കൃതികളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണുണ്ട്. നമ്മുടെ ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുള്ളത്, ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ടുള്ളതൊക്കെ കുറേ കൃതികൾ അവർ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റേതാണ് റാണി സന്ദേശം എന്ന് പറയുന്നത്. നമുക്ക് ചോദിക്കുന്ന ഓപ്ഷനിൽ ഈ കൃതി ആരെഴുതിയതാണ് എന്ന് തന്നിട്ട് നമുക്ക് ഈ ഓപ്ഷൻ നമ്മുടെ ഈ ഉത്തരം നമ്മുടെ ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സഹോദരൻ അയ്യപ്പനെ തിരഞ്ഞെടുക്കില്ല അല്ലേ. കാരണം നമുക്കറിയാം സഹോദരൻ അയ്യപ്പൻ അങ്ങനെ കൃതികൾ എഴുതിയിട്ടില്ല എന്ന ധാരണയുള്ള ആളുകളായിരിക്കും കൂടുതൽ ആളുകളും. അപ്പോൾ അവർ എന്ത് ചെയ്യില്ല, ഈ ഒരു ആൻസർ പിക്ക് ചെയ്യില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇനി അടുത്തത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വിഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. പ്രതിഗ്രാഹിക വിഭക്തിയുടെ കാരകം ഏത്? ഓക്കെ, അപ്പോൾ പ്രതിഗ്രാഹിക നമുക്കറിയാം 7 വിഭക്തികളാണ് മലയാളത്തിലുള്ളത്. നിർദ്ദേശിക വിഭക്തി, പ്രതിഗ്രാഹിക വിഭക്തി, സംയോജിക വിഭക്തി, ഉദ്ദേശിക വിഭക്തി, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഓക്കെ, ഇത്രയും 7 വിഭക്തികളാണ് നമുക്കുള്ളത്. ഈ വിഭക്തികൾക്കൊക്കെ പ്രത്യയങ്ങളുണ്ട്. ഈ വിഭക്തികൾക്കൊക്കെ എന്തുണ്ട്, കാരകവും ഉണ്ട്. അപ്പോൾ ഓരോ വിഭക്തിയും അതിൻ്റെ കാരകങ്ങളും നമുക്ക് നോക്കാം, പ്രത്യയങ്ങളും നോക്കാം. ഓക്കെ, നിർദ്ദേശികയുടെ കാരകം എന്ന് പറഞ്ഞാൽ കർത്തൃകാരകമാണ് നിർദ്ദേശികയ്ക്ക്, അതിന് പ്രത്യയമില്ല. അപ്പോൾ പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് നിർദ്ദേശികയാണ്. കാരകം കർത്തൃകാരകം. പ്രതിഗ്രാഹികയുടെ കർമ്മകാരകമാണ് എ എന്നുള്ളതാണ് പ്രത്യയം. ഓക്കെ, എ എന്നുള്ളതാണ് പ്രത്യയം. ഇനി നമ്മുടെ ചോദ്യം അതായിരുന്നു, പ്രതിഗ്രാഹിക വിഭക്തിയുടെ കാരകം ഏത് എന്നുള്ളതാണ്. കർമ്മകാരകമാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ B ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി സംയോജികയ്ക്ക് സാക്ഷികാരകമാണ് അതിൻ്റെ പ്രത്യയം ഓട്. ഓക്കെ, സംയോജിക സാക്ഷികാരകമാണ് പ്രത്യയം ഓട്. ഉദ്ദേശികയ്ക്ക് സ്വാമികാരകമാണ് ക എന്നുള്ളതാണ്. അതായത് ക, അതുപോലെ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നാവ് എന്ന് പറയുമ്പോൾ ഒരു എന്നുള്ള ശബ്ദം കേൾക്കുന്നില്ലേ, കാവ് എന്ന് പറയുമ്പോൾ ഒരു എന്നുള്ള ശബ്ദം കേൾക്കുന്നില്ലേ, അതേപോലെയുള്ളത് ക അല്ലെങ്കിൽ അവന് എന്ന് പറയുമ്പോൾ എന്നുള്ളൊരു ശബ്ദം. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രയോജികയ്ക്ക് ഹേതുകാരകമാണ് പ്രത്യയം ആൽ എന്നുള്ളതാണ്. അടുത്തത് സംബന്ധികയ്ക്ക് എന്തില്ല, കാരകമില്ല. ഓക്കെ, ഇതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ഉഡെ ഇൻ്റെ എന്നുള്ളതാണ്. ഉഡെ ഇൻ്റെ. ഓക്കെ, ഉഡെ ഇൻ്റെ എന്നുള്ളതാണ് ഏതിൻ്റെ പ്രത്യയം, നമ്മുടെ സംബന്ധികയുടെ പ്രത്യയമായിട്ട് വരുന്നത്. അപ്പോൾ സംബന്ധികയ്ക്ക് എന്തില്ല, കാരകമില്ല. അപ്പോൾ കാരകമില്ലാത്ത വിഭക്തി ഏതാന്ന് ചോദിച്ചാൽ സംബന്ധികയാണ്. പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാന്ന് ചോദിച്ചാൽ നിർദ്ദേശികയാണ്. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തത് ആധാരികയാണ്. ആധാരികയുടെ പ്രത്യയം ഇൽ കൽ എന്നുള്ളതാണ്. അതിൻ്റെ കാരകം എന്ന് പറയുന്നത് അധികരണമാണ്. നോക്കാം. അടുത്തത് ക്രിയകളെ അവയുടെ പ്രകൃതി പ്രമാണിച്ച് എങ്ങനെ വിഭജിക്കാം. അപ്പോൾ നമ്മൾ ക്രിയകളൊക്കെ പഠിച്ചാണ്. ക്രിയകളെ സകർമ്മകം അകർമ്മകം എന്നും അതുപോലെ തന്നെ കേവലം പ്രയോജകം എന്നും മുറ്റുവിന പറ്റുവിന എന്നും കാരിതം അകാരിതം എന്നൊക്കെ തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത്, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വിഭജനം നടക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള പ്രകൃതി പ്രമാണിച്ചിട്ട് എങ്ങനെയാണ് ക്രിയയെ തരംതിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓപ്ഷൻ A സകർമ്മകം അകർമ്മം. അപ്പോൾ കർമ്മം ഉണ്ടോ ഇല്ലയോ,
എന്നുള്ള അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ക്രിയയുടെ അർത്ഥത്തിനെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനമാണ് സകർമ്മകം അകർമ്മകം. കർമ്മമുള്ള ക്രിയ സകർമ്മക ക്രിയയും കർമ്മമില്ലാത്ത ക്രിയ അകർമ്മക ക്രിയയും. ഇനി കേവലം പ്രയോജകം. അപ്പോൾ പ്രകൃതി പ്രമാണിച്ച് കൃതികളെ തരംതിരിക്കുന്നതാണ് കേവലം പ്രയോജകം എന്ന് പറയുന്നത്. അപ്പോൾ കേവലക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു ക്രിയയാണ് കേവലക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉറങ്ങുന്നു എന്ന് പറയുന്നത്, പാടുന്നു എന്ന് പറയുന്നത്, കളിക്കുന്നു എന്ന് പറയുന്നത്, അതൊക്കെ എന്താണ് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നമ്മൾ ചെയ്യുന്നതാണ്. ഇനി പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രേരണയാൽ നമ്മൾ ചെയ്യുന്ന ക്രിയയാണ് പ്രയോജക ക്രിയ. അപ്പോൾ ഉറക്കുന്നു, കളിപ്പിക്കുന്നു, ഊട്ടുന്നു എന്നൊക്കെ പറയുന്നത് പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമാണ്. ഈ മുറ്റുവിന പറ്റുവിന. അപ്പോൾ ഒരു ക്രിയയിൽ ഒരു വാക്യത്തിൽ ക്രിയകൾ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ അന്യപദങ്ങളെ ആശ്രയിച്ചിട്ടോ നിൽക്കാം. അങ്ങനെ നിൽക്കുന്നതിനെയാണ് നമ്മൾ മുറ്റുവിന പറ്റുവിന എന്ന് വിഭജിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു പദത്തിനും കീഴടങ്ങാതെ നിൽക്കുന്ന ക്രിയയാണെങ്കിൽ അതിനെയാണ് മുറ്റുവിന എന്ന് പറയുന്നത്. ഒരു പദത്തിന് കീഴടങ്ങി നിൽക്കുന്നതാണെങ്കിൽ അതിനെയാണ് പറ്റുവിന എന്ന് പറയുന്നത്. ഇനി കാരിതം അകാരിതം. കാരിതം അകാരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കേവല ക്രിയയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കാരിതം അകാരിതം എന്ന് തരംതിരിക്കുന്നത്. അപ്പോൾ കേവലക്രിയയിൽ നമ്മൾ പറഞ്ഞു നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ക്രിയകളാണ് കേവലക്രിയ എന്ന് പറഞ്ഞു. അതിൽ കേവലക്രിയയിൽ ക്ക് എന്നുള്ള അക്ഷരമുള്ളത്, ഇപ്പോൾ ക്ക് എന്നുള്ള അക്ഷരമുള്ളത് കാരിതം, ക്ക് എന്ന അക്ഷരം ഇല്ലാത്തതാണെങ്കിൽ അകാരിതം. അപ്പം നമ്മൾ പറയണം പാടുന്നു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പാടുന്നത്. അപ്പോൾ പാടുന്നു എന്നുള്ളതിൽ എന്തുണ്ടോ? ക്ക് എന്നുള്ള അക്ഷരമില്ല, അപ്പോൾ അതെന്താണ്? അകാരിതമാണ്. ഇനി കളിക്കുന്നു എന്ന് പറയണം, കളിക്കുന്നു എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? കേവലക്രിയ തന്നെയാണ്. അപ്പോൾ അതിൽ എന്തുണ്ട്? ക്ക് എന്നുള്ള അക്ഷരമുണ്ട്. കളിക്കുന്നു എന്ന് പറയുമ്പോൾ ക എന്നുള്ളൊരു അക്ഷരമുണ്ട് അല്ലേ? അങ്ങനെയുള്ളതിനെയാണ് കാരിതം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അമ്മാമൻ എന്നത് അമ്മാവൻ എന്നാകുന്നത് ഏത് ധ്വനിഭേദത്തിന് ഉദാഹരണമാണ്? അമ്മാമൻ എന്നത് അമ്മാവൻ എന്നാകുന്നത് ഏത് ധ്വനിഭേദത്തിന് ഉദാഹരണമാണ്? സമാക്ഷരലോപം, വർണ്ണ സമീകരണം, വിഷമീകരണം, സ്ഥാന വിപര്യം. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി വിഷമീകരണമാണ്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സമാക്ഷരലോപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ അക്ഷരങ്ങൾ, അതായത് സമാന വർണ്ണങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അതിലൊരു വർണ്ണം ലോപിക്കുന്നതിനെയാണ് സമാക്ഷരലോപം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയാണ് മൂക്കുകുത്തി എന്ന് പറയാണ്. അപ്പോൾ ഒരേ അക്ഷരങ്ങൾ മൂക്കുകുത്തി എന്ന് പറയുമ്പോൾ രണ്ട് ക എന്നുള്ള അക്ഷരം ഒരേ അടുത്തടുത്ത് വന്നു. അപ്പോൾ നമ്മൾ അതിനെ ഉച്ചരിക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് നമ്മൾ എന്താക്കുന്നു? ഒറ്റ പദമാക്കിയിട്ട് ഉച്ചരിക്കും. അത് മൂക്കുത്തി എന്ന് ഉച്ചരിക്കും. ഓക്കെ, മൂക്കുത്തി എന്ന് ഉച്ചരിക്കും. അതേപോലെ പിറന്ന നാൾ എന്നുള്ളത് നമ്മൾ ഒരേ അക്ഷരം രണ്ട് ന എന്നുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നുകൊണ്ട് നമ്മൾ അതിന് ഒരക്ഷരത്തെ ലോപിച്ചിട്ട് നമ്മൾ പിറന്നാൾ എന്ന് ആക്കി വായിക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ളതിനെയാണ് സമാക്ഷര ലോപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി വിഷമീകരണം എന്ന് പറഞ്ഞാൽ ഭാഷ എപ്പോഴും എന്താണ്? സമീകരണത്തോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുക. എന്നാൽ ചില സമയത്ത് വിപരീതമായിട്ട് എന്ത് സംഭവിക്കും? അസമീകരണം സംഭവിക്കും. അങ്ങനെയുള്ളതിനെയാണ് വിഷമീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് അമ്മാമൻ. ശരിക്കും നമുക്ക് അമ്മാമൻ എന്നാവുന്നത് ഏത് രീതിയാണ് എന്ന് ചോദിച്ചാൽ സമാക്ഷരലോപം എന്ന് തന്നെ പറയാം. അതായത് അമ്മ മാമൻ എന്നിവ കൂടി ചേരുമ്പോഴാണ് അമ്മാമൻ എന്നാവുന്നത്. അതായത് അമ്മ എന്നുള്ളതിലും മാമനിലെ മായും രണ്ടും ഒരേ അക്ഷരങ്ങളാണ്. ഇത് കൂടി ചേർന്നിട്ട് എന്താവുന്നു? ഇതിലൊരു അക്ഷരം ലോപിച്ചിട്ട് നമ്മൾ അമ്മാമൻ എന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ അമ്മാവൻ എന്ന് മാറ്റുന്നു. ഓക്കെ, ക്ലിയർ? അപ്പം അത് പക്ഷെ അമ്മാമൻ എന്നുള്ള ഈ ഒരു വാക്ക് അമ്മാവൻ ആവുന്നത് ഏത് രീതിയാണ് ചോദിച്ചാൽ അത് വിഷമീകരണമാണ്. ക്ലിയർ? ഇനി സ്ഥാന വിപര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സമീപസ്ഥങ്ങളായിട്ടുള്ള വാക്കുകളെ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങളെ മാറ്റി ഉച്ചരിക്കുന്നതിനെയാണ് നമ്മൾ സ്ഥാന വിപര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മാറാല എന്ന് പറയുന്നതിന് പകരം മാലാറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരതകം എന്ന് പറയുന്നതിന് പകരം മരകതം എന്ന് പറയുന്നത്, അങ്ങനെ അക്ഷരങ്ങൾ മാറ്റി മാറ്റി ഉച്ചരിക്കുന്നതിനെയാണ് സ്ഥാന വിപര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്തത് നമ്മുടെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. കല്യാണദായിനി സഭ ആരംഭിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. സഹോദരൻ അയ്യപ്പൻ, KP കറുപ്പൻ, പോത്തേരി കുഞ്ഞമ്പു, പാമ്പാടി ജോൺ ജോസഫ്. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് KP കറുപ്പനാണ്.
പണ്ഡിറ്റ് കറുപ്പൻ, KP കറുപ്പൻ എന്നുള്ളതിൻ്റെതാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്നാണ് മുഴുവൻ പേര്. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ച സഭയാണ് ഏത് കല്യാണദായിനി സഭ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, സന്മാർഗ പ്രദീപ സഭ, അരയ വംശോദ്ധാരിണി സഭ, ജ്ഞാനോദയം സഭ, ബാലസമുദായ പരിഷ്കരണി സഭ, സുധർമ്മ സൂര്യോദയം സഭ, പ്രബോധ ചന്ദ്രോദയം സഭ, ഇതൊക്കെ ആരുടെ തന്നെയാണ്? KP കറുപ്പൻ്റെ തന്നെ സഭകളാണ് അല്ലെങ്കിൽ സംഘടനകളാണ്. ഇനി കുറച്ച് സംഘടനകളും അതിൻ്റെ സ്ഥാപകരും നോക്കാം. അരയ സമാജം, KP കറുപ്പൻ. നേരത്തെ നമ്മൾ അരയ വംശോദ്ധാരണി സഭ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരയ സമാജവും KP കറുപ്പൻ. അരയ വംശ പരിപാലന യോഗം വേലുക്കുട്ടി അരയൻ. നായർ സമാജം മന്നത്ത് പത്മനാഭൻ. കേരളീയ നായർ സമാജം C കൃഷ്ണപിള്ള. ഈഴവ സമാജം TK മാധവൻ. ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു. ഈഴവ മഹാജനസഭ C കേശവൻ. പുലയ മഹാസഭ അയ്യങ്കാളി. കൊച്ചി പുലയ മഹാസഭ KP കറുപ്പൻ. ഹിന്ദു പുലയ മഹാസഭ കുറുമ്പൻ ദൈവത്താൻ. ഇനി നമുക്കറിയാവുന്നതാണ് സഹോദരൻ അയ്യപ്പൻ്റെതാണ് സഹോദര സംഘം. പാമ്പാടി ജോൺ ജോസഫിൻ്റെതാണ് ചേരമർ മഹാജനസഭ. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് SNDP. അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന സംഘം. അതുപോലെ കുമാരഗുരുദേവൻ്റെതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ടിട്ടുള്ള സംഘടനകളും അതിൻ്റെ ആളുകളും. അടുത്തത്, താഴെ പറയുന്നവയിൽ അർദ്ധ സമവൃത്തം ഏത്? താഴെ പറയുന്നവയിൽ അർദ്ധ സമവൃത്തം ഏത്? അപ്പോൾ നമുക്ക് വൃത്തങ്ങളെ, സംസ്കൃത വൃത്തങ്ങളെയാണ് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നത്. സമവൃത്തം, അർദ്ധ സമവൃത്തം, അതുപോലെ തന്നെ വിഷമവൃത്തം. ഓക്കെ, മൂന്നായിട്ട് തരംതിരിക്കുന്നത് ഏതിനെയാണ്? നമ്മുടെ ഈ ഒരു സംസ്കൃത വൃത്തങ്ങളെയാണ് തരംതിരിക്കുന്നത്. അടുത്തത് അർദ്ധസമവൃത്തം. താഴെ പറയുന്നതിൽ അർദ്ധസമവൃത്തം ഏത്? പുഷ്പിതാഗ്ര, വസന്തതിലകം, ശ്രദ്ധര, ശാർദൂല വിക്രീഡിതം. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് പുഷ്പിതാഗ്രയാണ്. ഓക്കെ, പുഷ്പിതാഗ്ര. ബാക്കി എല്ലാ വൃത്തങ്ങളും ഇവിടെ തന്നിട്ടുള്ള മറ്റ് ഓപ്ഷനുകളൊക്കെ സമവൃത്തങ്ങളാണ്. തിലകം, ശ്രദ്ധര, ശാർദൂല വിക്രീഡിതം. ഇതിൽ വരുന്ന മറ്റ് സമവൃത്തങ്ങളിൽ വരുന്ന മറ്റ് വൃത്തങ്ങളാണ് പറയുന്നത്. കുസുമ മഞ്ജരി, ഉപജാതി, ഉപേന്ദ്രവജ്ര, രഥോധത, മന്ദാക്രാന്ത, പ്രഹർഷിണി. ഓക്കെ, പ്രധാനപ്പെട്ടതാണ് പറയുന്നത് മാലിനി. ഇതെല്ലാം സമവൃത്തങ്ങളാണ്. ഇനി അർദ്ധസമവൃത്തങ്ങളാണ് പറയുന്നത്. വിയോഗിനി, വസന്തമാലിക, പുഷ്പിതാഗ്ര, അതുപോലെ തന്നെ വക്ത്രം, പരാവതി, ദ്രുതമധ്യ, കേതുമാതി തുടങ്ങിയവയൊക്കെ എന്താണ് നമ്മുടെ അർദ്ധസമവൃത്തത്തിൽ വരുന്നതാണ്. ഇനി വിഷമവൃത്തത്തിൽ വരുന്നതാണ് പറയുന്നത് സൗരഭ, ലളിത, പദചതുരുർദ്ധം, ആപീഠ, ഉപസ്ഥിത, പ്രചുബിത, ഗാഥ. ഓക്കെ, ഇതൊക്കെ വിഷമവൃത്തത്തിൽ വരുന്നതാണ്. വിഷമവൃത്തങ്ങളൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സമവൃത്തങ്ങളും അർദ്ധസമവൃത്തങ്ങളും പ്രധാനമായിട്ടും നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് കുറച്ച് പ്രസിദ്ധീകരണങ്ങളാണ്, പ്രധാനപ്പെട്ടിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളാണ് പറയുന്നത്. അതിൽ വിജ്ഞാന കൈരളി, ഗ്രന്ഥാലോകം, പോലി, സാഹിത്യലോകം, ഇതൊക്കെ ഏതിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, സാഹിത്യലോകം എന്ന് പറയുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്താണ് പ്രസിദ്ധീകരണമാണ് സാഹിത്യലോകം എന്ന് പറയുന്നത്. ഓക്കെ, പുലി എന്ന് പറയുന്നത് ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പോലി. ഓക്കെ, അപ്പോൾ C1 എന്ന് വരുന്നത്, D4 C1 എന്ന് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ A ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, വിജ്ഞാന കൈരളി എന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. ഗ്രന്ഥലോകം ലൈബ്രറി കൗൺസിലിൻ്റെ ഇതാണ് എന്ത് പ്രസിദ്ധീകരണമാണ് വരുന്നത്. ക്ലിയർ. ഇനി ഭാഷാഭൂഷണി, മറ്റ് കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ കൂടി പറയാം. ഭാഷാഭൂഷണി സഭയുടെ പ്രസിദ്ധീകരണമാണ് ഭാഷാഭൂഷണി മാസിക. ഓക്കെ, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് പരിഷൽ ദ്വൈമാസികം. ഓക്കെ, ഇനി കേരള ഫോക്ലോറിൻ്റെ നമ്മൾ പറഞ്ഞു പുലിയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിജ്ഞാന കൈരളിയാണ്. ഒക്കെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.
ഇനി കിളിപ്പാട്ട് വൃത്തങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? നമുക്കറിയാം കിളിപ്പാട്ട് വൃത്തങ്ങളിൽ ഉൾപ്പെടുന്ന ഓപ്ഷൻ ഡി കേകയാണ്. കേക കൂടാതെ കാകളി, കളകാഞ്ചി, അന്നനട ഇതൊക്കെ ഏതിൽ പെടുന്നതാണ്? കിളിപ്പാട്ട് വൃത്തങ്ങളിൽ പെടുന്നതാണ്. ഇതിൽ അന്നനട മഹാഭാരതത്തിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള വൃത്തമാണ് അന്നനട എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പം അതായത് രാമായണത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നർത്ഥം. ഇനി നദോന്നത ഇതൊക്കെ എന്ത് തന്നെയാണ്? ഭാഷാവൃത്തങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനും. അതിൽ കിളിപ്പാട്ട വൃത്തങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കേക, കാകളി, കളകാഞ്ചി, അന്നനട. ഇനി നദോന്നത വഞ്ചിപ്പാട്ട് വൃത്തമാണ്. തരങ്കിണി തുള്ളൽ വൃത്തമാണ്. മഞ്ചരി ഗാഥാവൃത്തമാണ്. ഓക്കെ. ഇനി ഭേദകം, നമുക്ക് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഭേദകങ്ങളാണ് ചോദ്യം വന്നിട്ടുള്ളത്. നാഴിയരി ഏത് ഭേദകത്തിൽ, ഭേദക വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം നാഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അളവാണല്ലേ. അപ്പോൾ അളവിനെ കുറിക്കുന്നതാണ് പാരിമാണികം. ഓക്കെ, അളവിനെ കുറിക്കുന്നതാണ് പാരിമാണികം എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സർവനാമികം എന്ന് പറഞ്ഞാൽ സർവനാമം വിശേഷണമായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ അവൻ, അവൾ എന്നൊക്കെ പറയുന്നത് ഇതിന് ഉദാഹരണമാണ്. സാഖ്യം എന്ന് പറഞ്ഞാൽ സംഖ്യകൾ എന്ത് ആയിട്ട് വരുന്നത്? വിശേഷണമായിട്ട് വരുന്നത്. ഇപ്പോൾ പഞ്ചഭുജം എന്ന് പറയുന്നത്, നാൻമുഖൻ എന്ന് പറയുന്നത് അങ്ങനെ വരുന്നതാണ്. അപ്പം നാൻമുഖൻ എന്ന് പറഞ്ഞാൽ 4 എന്ന് വരുന്നത്. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ പഞ്ചം എന്ന് പറഞ്ഞാൽ 5 എന്നർത്ഥം. ഓക്കെ, ആ രീതിയിൽ വരുന്നതാണ് സാഖ്യം എന്ന് പറയുന്നത്. വിഭാവകം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവത്തെ കുറിക്കുന്നതാണ്. അപ്പോൾ സമർത്ഥനായ കുട്ടി, മിടുക്കനായ കുട്ടി, സാമർഥ്യം അല്ലെങ്കിൽ മിടുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഭേദകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണം എന്നാണ് അർത്ഥം. അടുത്തത് ശീതങ്കൻ വിഭാഗത്തിൽപ്പെട്ട തുള്ളൽ കൃതി ഏത്? നമ്മൾ തുള്ളൽ കൃതികളൊക്കെ പഠിക്കും, പക്ഷെ അത് ഏതൊക്കെ വിഭാഗത്തിലാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് മാത്രം നമ്മൾ പഠിക്കില്ല. ഓക്കെ, ശീതങ്കൻ വിഭാഗത്തിൽപ്പെടുന്ന തുള്ളൽ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ ഇവിടെ ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിൽ പെടുന്നത് ഏതാണ്? ഗണപതി ഭ്രാതൽ, സഭാപ്രവേശം, ബാണയുദ്ധം, കിരാതം. ഇതിൽ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഗണപതി ഭ്രാതലാണ്. ഓക്കെ, ഗണപതി ഭ്രാതൽ എന്നാണ് പറയുന്നത്. ഇതാണ് ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിൽ പെടുന്ന കൃതി എന്ന് പറയുന്നത്. ശീതങ്കൻ തുള്ളൽ പെടുന്ന മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ പറയും. ധ്രുവചരിതം, പൗണ്ഡ്രകവധം, ഹനുമത് ഉദ്ഭവം, അന്തകവധം, പ്രഹ്ലാദചരിതം. ഇനി പറയൻ തുള്ളൽ വിഭാഗത്തിൽ പെടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ പറയാം. ത്രിപുര ദഹനം, പാഞ്ചാലി സ്വയംവരം, കീചകവധം, ദക്ഷയാഗം, ഹരിശ്ചന്ദ്ര ചരിതം. ഇനി ഓട്ടംതുള്ളൽ പറയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ പറയാം. രുക്മിണി സ്വയംവരം, സത്യ സ്വയംവരം, പാത്രചരിതം, സീതാ സ്വയംവരം, സ്യമന്തകം, ഓട്ടംതുള്ളൽ, ഘോഷയാത്ര. ഓക്കെ, കിരാതം വരുന്നത് ഓട്ടംതുള്ളലിലാണ് കിരാതം വരുന്നത്. അതുപോലെ തന്നെ സഭാപ്രവേശം വരുന്നത് പറയൻ തുള്ളലിലാണ്. ഓക്കെ, സഭാപ്രവേശം വരുന്നത് പറയൻ തുള്ളലിലാണ്. ഓക്കെ, ഇനി വേറിട്ട് നിൽക്കുന്നത് തിരിച്ചറിയുക. ഇത് ആട്ടക്കഥകളാണ്. ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ 3 കൃതികൾ ഒരാളുടേതാണ്, 1 മറ്റൊരാളുടേതാണ്. അത് വേറിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം. ഈ 3 കൃതികളും ഇരയിമ്മൻ തമ്പിയുടെ കൃതികളാണ്. അതിൽ രാവണ വിജയം എന്ന് പറയുന്നതാണ് ഒറ്റപ്പെട്ടിട്ടുള്ളത്. രാവണ വിജയം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? രാവണ വിജയം കരീന്ദ്രൻ തമ്പുരാൻ എന്ന് പറയുന്ന ആളുടെ കൃതിയാണ്. അതായത് കരീന്ദ്രൻ തമ്പുരാൻ അല്ലെങ്കിൽ കിളിമാനൂർ കോയി തമ്പുരാൻ എന്ന് പറയുന്ന ആളുടെ കൃതിയാണ് ഏതായിട്ട് വരുന്നത്? ഈ ഒരു രാവണ വിജയം എന്ന് പറഞ്ഞിട്ടുള്ള കൃതി വരുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ആട്ടക്കഥകൾ ഒന്ന് നോക്കാം. അപ്പോൾ ആ ആട്ടക്കഥകൾ കൂടി നിങ്ങൾ ഇതിനോട് കൂടി ചേർത്ത് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഈ ഇട വന്നിട്ടുള്ളത്, അതായത് നമ്മുടെ ആദ്യകാലത്തെ ആട്ടക്കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുള്ള ആട്ടക്കഥകളാണ് പറയുന്നത് കേട്ടോ. പ്ലേഗ് വധം KC നാരായണൻ നമ്പ്യാർ. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിട്ടുള്ള കൃതിയാണ് കിരാത സോനചരിതം. KC കേശവപിള്ള ശൂരപത്മാസുരവധം. അയ്മനം കൃഷ്ണക്കൈമളുടെ ഡോക്ടർ ഫൗസ്റ്റ്. ഒളപ്പമണ്ണയുടെ അമ്പ. മാലിയുടെ കർണശപഥം. NV കൃഷ്ണവാര്യരുടെ ബുദ്ധചരിതം, ചിത്രാംഗത. വള്ളത്തോളിൻ്റെ ഔഷധാഹരണം,
CA ഗോപാലപിള്ളയുടെ ശിഷ്യനും മകനും, KC കേശവപിള്ളയുടെ തന്നെ ഹിരണ്യാസുരവധം, കേരളവർമ്മയുടെ പരശുരാമ വിജയം, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ദർഭവിച്ഛേദം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള പിൽക്കാലത്തുണ്ടായിട്ടുള്ള ആട്ടക്കഥകൾ എന്ന് പറയുന്നത്. ഇനി അശ്വതി തിരുനാളിൻ്റെ ആട്ടക്കഥകളാണ് പറയുന്നത്. പൗണ്ഡ്രകവധം, അംബരീക്ഷ ചരിതം, പൂതനാമോക്ഷം. കാർത്തിക തിരുനാൾ അഥവാ ധർമ്മരാജേൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളാണ് പറയുന്നത്. രാജസൂയം, സുഭദ്രാഹരണം, നരകാസുരവധം ആദ്യ ഭാഗം. രേമൻ തമ്പിയുടെ നമ്മൾ പറഞ്ഞു. കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം. വി കൃഷ്ണൻ തമ്പിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളാണ് താടകാവധം, മല്ലികുമാരം, ചൂടാമണി. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഭഗവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച, കാലകേയവധം, കിർമീരവധം. ഇതൊക്കെ കോട്ടയം തമ്പുരാൻ്റെ കൃതികളാണ്. ഈ ഭാഗങ്ങൾ ഇത് പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ഈ 4 ആട്ടക്കഥകളും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഉണ്ണായി വാര്യരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ആട്ടക്കഥയാണ് നളചരിതം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഭാഗങ്ങളൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്, ഭാഗങ്ങളാണ്. ഈ ഭാഗത്ത് നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം ഭാഗങ്ങൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫാക്ട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.